തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ആൽത്തറ അമ്പലത്തിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ അടുപ്പിൽ പ്രത്യേകമായി കൂട്ടിയിരിക്കുന്ന അടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞു. ഈ അടുപ്പിൽ നിന്ന് തീ പകർന്നാണ് മറ്റടുപ്പുകളിലേക്ക് പൊങ്കാല നടത്താനായി പൊങ്കാലയിടാനായി കാത്തു നിൽക്കുന്ന മറ്റ് ഭക്തജനങ്ങളുടെ അടുപ്പിലേക്ക് തീ പകരുന്നത്. ഇപ്പോൾ തീ പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ആ പ്രധാന അടുപ്പിൽ നിന്നുള്ള ആ പകർന്ന തീ തങ്ങളുടെ അടുക്കലേക്ക് എത്താൻ കാത്ത് പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ്. കയ്യിൽ തീ പകർന്നു കിട്ടിയവർ വളരെ പെട്ടെന്ന് അടുപ്പിലേക്ക് അത് പകരാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇനി പ്രാർത്ഥനയോടുകൂടി ഈ പൊങ്കാല കലങ്ങളിൽ നിറച്ചിരിക്കുന്ന ജലം തിളയ്ക്കാനുള്ള പ്രാർത്ഥനയാണ്. എല്ലാ മനസ്സിലും ഒരേ ഒരു പ്രാർത്ഥന മാത്രം. ആറ്റുകാൽ സന്നിധിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത് എന്ന അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് ആൽത്തറ അമ്മയുടെ മുമ്പിൽ നിന്ന് ഓരോ സ്ത്രീകളും തങ്ങളുടെ പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകരുന്നത്. പ്രധാന അടുപ്പിൽ നിന്നുള്ള അഗ്നി പ്രധാന അടുപ്പിൽ കൊളുത്തിയതിനു ശേഷം ഓരോ സ്ത്രീകളിലേക്കും ഓരോ ഭക്തരിലേക്കും പല വിഭാഗങ്ങളായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഒപ്പം പൊങ്കാല കലങ്ങൾ പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകരുന്ന കാഴ്ചകളുമാണ് കാണുന്നത്. ശരിക്കും ഇനി ഇവിടെ ഈ പുക പടർന്ന് ഇതൊരു യാഗഭൂമിയായി മാറുകയാണ്. അടുത്ത 2-3 മണിക്കൂർ നേരത്തേക്ക് തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറുന്ന കാഴ്ചയാണ് നാം കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിൽ ഉടനീളം യാഗശാലയാകും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കോവിഡ് കാലത്തിന് ശേഷം എല്ലായിടത്തും എല്ലാവരും ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാല ഇടാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു വ്യാപ്തി ആ ഒരു മഹത്വം സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ കൊരവയിടിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതിന് ശേഷം സ്ത്രീജനങ്ങൾ ഭക്തജനങ്ങൾ കുരവയിടുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ്. എല്ലാ മനസ്സിലും എല്ലാ മുഖത്തും ആറ്റുകാൽ അമ്മയോടുള്ള പ്രാർത്ഥനകൾ മാത്രം. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി മാത്രം. ഇനിയും നേടാനുള്ള ഇനിയും ഞങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന മാത്രം